ഗുഡ് മോർണിംഗ്. 9ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളെ 9ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഒന്നാമത്തെ പാഠം എന്താണ്? അതിൻ്റെ പേര് പുൽ ബനി ദി മാം. ഇതിൻ്റെ ആമുഖം നമ്മൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒരു പാലമായിരുന്നു. ആരുടെ ഇടയിലാണ്? മക്കളുടെ ഇടയിൽ അമ്മ ഒരു പാലം പോലെയാണ് എന്നതാണ് ഈ കവിതയുടെ സന്ദേശം. ഒരുപാട് മക്കളെ പെറ്റുപോറ്റി വളർത്തി വലുതാക്കുന്ന അമ്മ വൃദ്ധയാകുമ്പോൾ അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ ആ അമ്മയെ ഒരുപാട് സഹോദരങ്ങൾ കൂടിയാലും വളർത്താൻ സാധിക്കുകയില്ല, നോക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. അമ്മ അവസാനം ഒരു ഭാരമാകുന്നു. വൃദ്ധരായവരൊക്കെ മക്കൾക്ക് ഒരു ഭാരമായി തോന്നുന്നു എന്നതാണ് ഈ കവിതയിലെ ഒരു ചെറിയ സന്ദേശമായി നമ്മൾക്ക് നൽകുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഈ പാഠഭാഗം ഒന്ന് നോക്കാം, ചർച്ച ചെയ്യാം. ഇതിൻ്റെ ആദ്യ വരിയിൽ നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവരും പുസ്തകം തുറന്നിട്ട് നോക്കൂ. ഇനി ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. പുൽ ബനി ദി മാം. എല്ലാവരും ഹെഡിങ് കണ്ടില്ലേ? പുൽ ബനി ദി മാം. പുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാലം. ബനി ദി മാം, അമ്മ ഒരു പാലമായിരുന്നു. ആരാണ് എഴുതിയത്? നരേന്ദ്ര പുണ്ടരിക്. ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ കവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മളെ പാഠഭാഗത്തിലെ ലൈനിലേക്ക് പോകാം. വരികൾ നോക്കൂ. ഫസ്റ്റ് സ്റ്റാൻസ देखिए, हम भाइयों के बीच पुल बनी दी माम, जिसमें आए दिन दौड़ती रहती दी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. കണ്ടില്ലേ? ആദ്യത്തെ പാരഗ്രാഫ് സ്റ്റാൻസ. ഹം ഭായിയോ കെ ബീച്ച്. ഹം നമ്മൾ, ഞങ്ങൾ. ഭായിയോ കെ ബീച്ച് സഹോദരങ്ങളുടെ ഇടയിൽ. ബീച്ച് ഇടയിൽ. പുൽ ബനി ദി മാം അമ്മ ഒരു പാലമായിരുന്നു. ജിസ്മേ ആയേ ദിൻ ഏതൊരു പാലമാണോ ഞങ്ങളുടെ ഇടയിൽ, സഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ആയേദിൻ ഇത്രയും ദിവസം വരെ, ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിലൊക്കെയും. ദൗർത്തി രത്തി ദി ബേദടക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളാകുന്ന വണ്ടി ഈ പാലത്തിലൂടെ. ബേദടക് യാതൊരു തടസ്സവും കൂടാതെ, വിത്തൗട്ട് എനി സ്റ്റോപ്പ്. ബേദടക്. ബിന കിസി ഹരി ലാൽ ബത്തി കെ. പിന്നെ എന്തുകൂടിയാണ്? ബിന കൂടാതെ, കിസി ഹരി ലാൽ ബത്തി കെ ചുവപ്പും പച്ചയും സിഗ്നൽ ലൈറ്റ്. നമുക്കറിയാം, വണ്ടി ഓടാൻ വേണ്ടിയിട്ട് പച്ച സിഗ്നൽ ലൈറ്റും നിർത്താൻ വേണ്ടിയിട്ട് ചുവന്ന സിഗ്നൽ ലൈറ്റുമാണ് ഉപയോഗിക്കുന്നത്. ബത്തി ലാമ്പ്. ഹര പച്ച, ലാൽ ചുവപ്പ്. ഹം ലോഗോ കി ചുക് ചുക് ചക് ചക് ഞങ്ങളാകുന്നവരുടെ ഈ ചുക് 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 ചക് ചക് എന്ന സൗണ്ട്. ഏത് സൗണ്ടാണത്? അതെ, ട്രെയിൻ പോകുന്ന സൗണ്ട്. അപ്പോൾ മക്കളൊരു തീവണ്ടി പോലെയും അമ്മ ഒരു പാലം പോലെയുമായിരുന്നു. ഓരോ ബായിയിൽ നിന്നും മറ്റൊരു ബായിലേക്കുള്ള ഒരു ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അമ്മ എന്നതാണ് ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. പുൽ ബനി ദി മാം സെ ക്യാ താൽപര്യ? ഇതിന് ഉത്തരം എഴുതാം, അറിയുമല്ലോ.
അമ്മ ഒരു പാലമായിരുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ഉദ്ദേശം? ഓക്കെ, ആൻസർ എഴുതിക്കോളൂ. मतलब ये है कि माम परिवार के हर सदस्यों को आपस में जोड़ने वाली कड़ी है. അമ്മ പരിവാർ കെ, കുടുംബത്തിൻ്റെ, ഹർ സദസ്യോं के बीच, ഓരോരോ മെമ്പർമാരുടെ ഇടയിലും ആപ്പസ് മേ ജോഡിനെ വാലി, പരസ്പരം ബന്ധിപ്പിക്കുന്ന, ഖടി ഹെ, ഒരു കണ്ണിയാണ്. കണ്ണി, ചെയിൻ, ചങ്ങലക്കണ്ണി. ഓക്കെ, അപ്പോൾ ആൻസർ മനസ്സിലാവട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ വൃത്തിയാക്കി എഴുതുക. ഇനി നോക്കൂ, അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. पिता के बाद हम भाइयों के बीच पुल बनी दी माम, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माम. ഓക്കെ, ഇതൊന്നും എല്ലാം വായിച്ചു നോക്കൂ. ഓക്കെ, पिता के बाद हम भाइयों के बीच, पिता के बाद ശേഷം, ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഫാദർ, അച്ഛൻ്റെ മരണശേഷം, ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങളാകുന്ന സഹോദരങ്ങളുടെ ഇടയിൽ, പുൽ ബനി ദി മാം, അമ്മ ഒരു പാലം തന്നെയായി നിലനിന്നു. അച്ചാനക്ക് നെഹി ടൂട്ടി, അച്ചാനക്ക് പെട്ടെന്ന്, നെഹി ടൂട്ടി പൊട്ടിപ്പോയില്ല, അച്ഛൻ മരിച്ച ഉടനെ തന്നെ ആ പാലം പൊട്ടിപ്പോയില്ല, തകർന്നു പോയില്ല. ധീരെ ധീരെ ടൂട്ടുത്തി രഹി, അത് മെല്ലെ മെല്ലെ പൊട്ടിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഹം ദേഖത്തെ രഹേ ഔർ മാനത്തെ രഹേ കി ബൂഡാ രഹി ഹേ മാം. അതായത് ഹം ദേഖത്തെ രഹേ, ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു, ഓർ മാനത്തെ രഹേക്ക്, ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടേയിരുന്നു, ബൂഡാ രഹി ഹേ മാം, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു, അമ്മ ദിനം പ്രതി വയസ്സായിക്കൊണ്ടിരിക്കുന്നു. ധീരെ ധീരെ, മെല്ലെ മെല്ലെ, ടൂട്ടുത്തി രഹി പൊട്ടിക്കൊണ്ടിരുന്നു, ടൂട്ടിന പൊട്ടുക. ഹം ദേഖത്തെ രഹെ, ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, നോക്കിക്കൊണ്ടിരുന്നു. അവർ മാനത്തെ രഹി, മാനിന അംഗീകരിക്കുക, സമ്മതിക്കുക. എന്ത്? ബൂഡാ രഹി ഹെ, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്ന, മെല്ലെ മെല്ലെ അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടും അംഗീകരിച്ചും കൊണ്ടേ ഇരുന്നു. ഓക്കെ, ഒരു ചോദ്യം കൂടി തരാം. ആ സൈഡിലുള്ളത് കണ്ടില്ലേ? ബൂഡാ രഹി ഹെ മാം, ഇസ്കാ ആശയ് ക്യാ ഹെ? അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുന്നു അമ്മ എന്നതിൻ്റെ ആശയം എന്താണ്? ആൻസർ നിങ്ങൾ നോക്കൂ. മാം മാനസിക ഓർ ശാരീരിക രൂപ സേ കംസോർ ഹോനെ ലഗി, ഇതാണ് അതിൻ്റെ അർത്ഥം. അമ്മ മാനസികമായും ശാരീരികമായും ദുർബലപ്പെട്ടുകൊണ്ടേയിരുന്നു. എഴുതുമല്ലോ? ഓക്കെ, ഇനി ഒരു 4 വരിയും കൂടി പഠിച്ചിട്ട് ഇന്നത്തെ പാഠം നമുക്ക് നിർത്താം. देखिए, माम के बार बार कहने को हम मानकर चलते रहे, इसके बूढ़े होने की आदत और अपनी हर आवाज़ों में धीरे धीरे टूटती रही माम. മാം കെ ബാർ ബാർ കഹ്നെ കോ, അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള ഈ പറച്ചിൽ, മാനിക്കർ ചലത്തെ, അത് ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ജീവിച്ചു കൊണ്ടിരുന്നു. ബാർ ബാർ, വീണ്ടും വീണ്ടും, കഹിന പറയുക, മാനിക്കർ ചലത്തെ അംഗീകരിച്ചുകൊണ്ട്, ചലത്തെ ഹെ ജീവിച്ചു കൊണ്ടിരുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഉസ്കെ ബൂഡേ ഹോനേക്ക് ആദത്ത്, അതാണത്. ഏത്? ഉസ്കെ അവരുടെ, ബൂഡേ ഹോനേക്ക് ആദത്ത് അവർ വയസ്സാകുക എന്നുള്ള ആ പല്ലവി, ആദത്ത് സ്വഭാവം, സ്ഥിരമായിട്ടുള്ളത്. അവർ അപ്പിനി അർ ആവാസോമേം അവരുടെ ഓരോ പറച്ചിലും, ധീരെ ധീരെ ടൂട്ടുത്തി രഹീമാം മെല്ലെ മെല്ലെ അമ്മ പൊട്ടിപ്പോയിക്കൊണ്ടിരുന്നു, മത്ലബ് വൃദ്ധയായിക്കൊണ്ടിരുന്നു. ഓക്കെ, ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഭാഗങ്ങളെ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നല്ല വൃത്തിയിലും ഭംഗിയിലും എഴുതുക. ഇനി ഇതിൻ്റെ
ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.